ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഉപഗ്രഹങ്ങള്, പ്രഥമ ശുശ്രൂഷ, രോഗവും രോഗകാരിയും, മണ്ണ്, ഹരിതഗൃഹവാതകം, കൃഷി. ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കുമ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ട് പഠിക്കുക. കാരണം ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇപ്പൊ അടുത്ത കേഡറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. EVS അല്ലെങ്കിൽ സയൻസ് ഭാഗത്തിൽ നിന്ന് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഉറപ്പാണ് എന്നുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ K1ന്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. K2വിന്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവർ, K2 എഴുതുന്നവരാണെങ്കിൽ ആ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ K1ന്റെ ഹോട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ആദ്യം തന്നെ നോക്കിക്കൊള്ളുക. എന്താണ് ഈ പറയുന്നവയാണ് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഉപഗ്രഹങ്ങള്, ഫസ്റ്റ് എയ്ഡുകൾ, പ്രഥമ ശുശ്രൂഷ, രോഗവും രോഗകാരികളും, മണ്ണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അത് അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടത്, കൃഷി. ഈ ഏരിയയിൽ നിന്ന് നിരന്തരം K1ന് ചോദ്യങ്ങൾ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഉപഗ്രഹങ്ങളിൽ, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പാണ്. പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ കേട്ടറ്റ് എക്സാമിനും, എല്ലാ K1 എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കണ്ടോ, ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഏത് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 1 മാർക്ക് അവിടെ ഉറപ്പിക്കാം. അതായത് ആ ഗ്രഹങ്ങളുടെ കൃത്യമായിട്ടുള്ള ഓർഡറും അതിന്റെ ഓരോ ഗ്രഹങ്ങളുടെ സവിശേഷതകളുമാണ് നിങ്ങൾ ആ ഒരു ഏരിയയിൽ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പിക്കാവുന്ന ടോപ്പിക്കാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. പ്രഥമ ശുശ്രൂഷ അല്ല, അതേപോലെ വാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വരുന്നുണ്ട്. പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് എയ്ഡുകൾ, പൊള്ളലേറ്റാൽ ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡുകൾ അല്ലെ, അതേപോലെ പൊട്ടിയാൽ, പാമ്പ് കടിയേറ്റാൽ, അങ്ങനെ ഒരുപാട് ഫസ്റ്റ് എയ്ഡുകൾ ചോദിക്കും. അപ്പൊ ഓരോ കാര്യവും കൃത്യമായിട്ട് പഠിക്കണം അല്ലെ. ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡുകൾ ഏതൊക്കെയാണ്, അതിന്റെ മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്, ഓരോ രീതികളിലും നമ്മൾ പ്രയോഗിക്കുന്ന ഫസ്റ്റ് എയ്ഡുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡുകളിൽ നിന്ന് K1ന് 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം അല്ലെ. അടുത്ത ടോപ്പിക് ഏതാ? അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ രോഗവും രോഗകാരികളും. ക്ലിയർ കട്ടാണ്. ഇതിൽ നിന്ന് 1 or 2 മാർക്ക് വരും. ചിലപ്പോൾ 1 മാർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ 2 മാർക്ക് ആയിരിക്കും. ചില ചോദ്യ പേപ്പറിൽ 2 മാർക്ക് വരെ വരാറുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം 2 മാർക്ക് ഈ ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാം. കണ്ടോ, ഇപ്പൊ അതെ ഇവിടെ തന്നെ 2 ചോദ്യ പേപ്പറിലായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് അല്ലെ. അപ്പൊ രോഗവും രോഗകാരികൾ എന്ന് പറഞ്ഞാൽ വളരെ ഹോട്ടായിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ ആദ്യം പഠിച്ചു തീർക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അല്ലെ. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് 1 മാർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് അവിടുന്ന് ലഭിക്കും. ഓക്കെ അല്ലെ. അപ്പോ രോഗവും രോഗകാരിയും എന്ന് പറയുന്ന ടോപ്പിക്ക്. അടുത്ത നോക്കാം. അടുത്ത ഏതാണ്? മണ്ണ് എന്ന് പറയുന്നത് അല്ലെ. മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഏരിയ ആണ്. ഈ പറയുന്ന ഇവിടെ ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്, അല്ലെങ്കിൽ ജലസംഭരണ ശേഷി കൂടുതലുള്ള മണ്ണ് ഏതാണ്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പൊ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണ് അല്ലെ, മണ്ണ് രൂപീകരണം, മണ്ണിന്റെ സവിശേഷതകള് അല്ലെ, മണ്ണിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങള്, അല്ലെങ്കിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങള് എവിടെ വരുന്നുണ്ട്? K1ന് മണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങള് വരുന്ന ഏരിയ ആണ്. അടുത്ത നോക്കാം. അടുത്താണ് ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. സോ ഗ്രീൻ ഹൗസ് ഗ്യാസുമായിട്ടും ബന്ധപ്പെട്ടും ഇവിടുന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ, ആഗോളതാപനം, നമ്മുടെ വാതകങ്ങളുമായിട്ട് ബന്ധപ്പെടണം. നേരത്തെ പറഞ്ഞ ആദ്യം കണ്ട ഒരു ചോദ്യം വാതകവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങള്, ഗ്രീൻ ഹൗസ് ഗ്യാസുകള്, അന്തരീക്ഷം, അതാണ് നമ്മുടെ ടോപ്പിക്ക്. അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട അന്തരീക്ഷ ലെയറുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, അങ്ങനെ അന്തരീക്ഷ ലെയറുകളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ പറഞ്ഞവയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഏത് ഹരിതഗൃഹവാതകങ്ങളിൽ നിന്നാണ്. അതിൽ തന്നെ ഹരിതഗൃഹവാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്. ഇനി അടുത്തത് കൃഷി. കൃഷിയിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കാണ്. ആദ്യം പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കാണ്. കണ്ടോ, വേണമെങ്കിൽ ഇതുപോലെ ക്യൂണിക്കൾച്ചർ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കാം. ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ച പോളികൾച്ചർ. അപ്പൊ അങ്ങനെയുള്ള കൾച്ചറുകള്, വിവിധ തരം കൃഷികള്,
ആ കൃഷികളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? കൃഷിയുടെ പ്രത്യേകതകള്, അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പറഞ്ഞത് അല്ലെ? ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഉപഗ്രഹങ്ങള്, പ്രഥമ ശുശ്രൂഷ, രോഗവും രോഗകാരിയും, മണ്ണ്, ഹരിതഗൃഹവാതകം, കൃഷി. അപ്പൊ ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കുമ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ട് പഠിക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരെ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ, ഈ പ്രധാനപ്പെട്ട 6 ടോപ്പിക്കുകൾ, ഈ 6 ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 മുതൽ 8 മാർക്ക് വരെ അവിടുന്ന് കിട്ടും. അപ്പൊ ആദ്യം K1 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ, K1 എക്സാമിന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ ആദ്യം പഠിച്ചു തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഈ പറയുന്ന ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങള്, പ്രഥമ ശുശ്രൂഷ, രോഗവും രോഗകാരികളും, മണ്ണ്, ഹരിതഗൃഹവാതകങ്ങൾ, അന്തരീക്ഷം അല്ലെ കൃഷി എന്ന് പറയുന്ന ടോപ്പിക്ക്. ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഈ പറയുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇപ്പൊ K1 ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണ് അല്ലെ, K1 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ EVS ഭാഗത്ത് നിന്ന് ആദ്യം പഠിച്ച് ഈ ടോപ്പിക്കുകൾ ക്ലിയർ ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത കേട്ടറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കാര്യങ്ങൾ വളരെ പ്രിസൈസ് ആയിട്ട് ലഭിക്കാനായിട്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മുടെ കേട്ടറ്റിന്റെ ഏറ്റവും പുതിയൊരു ബാച്ച്, നമ്മളെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഓരോ തവണയും കേട്ടറ്റ് എന്ന് പറയുന്ന എക്സാമിന്റെ ഒരു കോമ്പറ്റീഷനും അല്ലെങ്കിൽ അതിന്റെ ഒരു ലെവല് പരീക്ഷണ ഭവൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അത് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി, വളരെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പാറ്റേണോട് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന അടുത്ത LP UPക്ക് മുന്നോടിയായിട്ട് കേട്ടറ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അടുത്ത LP UPക്ക് മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്ന കേട്ടറ്റ് വളരെ കോൺഫിഡന്റ് ആയിട്ട് പഠിച്ച്, വളരെ കൃത്യമായിട്ട് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത്, വളരെ കൃത്യമായിട്ട് ലൈവ് സെക്ഷനുകൾ അറ്റൻഡ് ചെയ്ത് ആ കേട്ടറ്റ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ കേട്ടറ്റിന്റെ ബാച്ച്, ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ചേർന്ന് നിങ്ങൾക്ക് വളരെ സാവധാനത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് തന്ന് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കണക്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കേട്ടറ്റ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഐസ് കൊടുക്കുകയും ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.